അതോ കയ്യിലെ പ്ലാസ്റ്ററൊക്കെ എടുത്തില്ലേ? ഇന്ന് തന്നെ മുടങ്ങിപ്പോയ ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചാലോ എന്ന് ആലോചിച്ചതാ. അവന്റെ മറുപടി കേട്ടതും അവളിൽ ചെറിയൊരു വിറയൽ പടർന്നു. നാണത്തോടെ തിരിഞ്ഞ് റൂമിലേക്ക് പോവാനൊരുങ്ങിയവളെ അവൻ വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടു. ഹ, അതെന്ത് പോക്ക, മറുപടി പറഞ്ഞിട്ട് പോ. ഇന്ന് ആക്കിയാലോ? എന്തു പറയുന്നു ദേവേട്ടാ? അവൾ ചിണുങ്ങി വിളിച്ച് അവനെ നെഞ്ചിലേക്ക് മുഖമമർത്തി. പറ കുഞ്ഞ. വേണ്ട. എന്ത്? ഫസ്റ്റ് നൈറ്റ്. അതെന്താ? അവളുടെ മുടിയിലേക്ക് മുഖം പൊഴുത്തി അവൻ ചോദിച്ചു. റീസൺ പറ ദേവ. പേടിയാണോ? അവളൊന്നും പറയുന്നില്ലെന്നുകൊണ്ട് അവൻ ചോദിച്ചു. എന്തിനാ പേടി? അറിയില്ല. എന്ന് മാറും നിന്റെ ഈ പേടി? പറഞ്ഞു, ഉടനെ മാറുമോ? അറിയില്ല. എന്നൊരു കന്യകനാക്കാനാണോ മോളുടെ പ്ലാന്? ദേവേട്ട. അവൻ ചിരിച്ചുപോയി. കുഞ്ഞാ, സമയമെടുത്തോ, പക്ഷെ വർഷങ്ങളൊന്നും കഴിയരുത്. ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന നിമിഷമാണ് നമ്മുടെ ഒത്തുചേരൽ. അന്നെല്ലാം ഞാൻ നിന്നോട് പറയും. അവളുടെ കഴുത്തിൽ ചുണ്ടുകൾ പതിപ്പിച്ചവൻ പറഞ്ഞത് അവൾ മറുവശത്തേക്ക് മുഖം തിരിച്ചു. കുഞ്ഞന് ഈ വക കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിവുണ്ടോ? പറ കുഞ്ഞ. കല്യാണത്തിന് അമ്മുവിൻ്റെ അമ്മ ചെറുതായി ക്ലാസ്സൊക്കെ എടുത്തു തന്നിരുന്നു. പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞു. അമ്മുവിൻ്റെ അമ്മ എടുക്കാത്ത ബാക്കി കാര്യങ്ങൾ ഞാൻ എടുത്തു തരാം. കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ചെവിയിൽ കടിച്ചു. ദേവേട്ട. അവൻ നാവുകൊണ്ട് അവിടെ നിന്ന് തഴുകിയെടുത്തു. അവൾ വിറയലോടെ അവൻ്റെ ഷർട്ടിൽ അള്ളിപ്പിടിച്ചു. അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. കഴുത്തിൽ നിന്ന് തൊണ്ടക്കുഴിയിലേക്ക് അവൻ്റെ ചുണ്ടുകൾ അരിച്ചിറങ്ങി. നാവുകൊണ്ട് അവൻ അവിടെ നിന്ന് ഒടിഞ്ഞെടുത്തു. പൊടുന്നനെ അവൾ അവൻ്റെ തലമുടിയിൽ പിടിമുറുക്കി. ചുണ്ടുകൾ താഴേക്ക് ഇറങ്ങുന്നറിഞ്ഞത് അവൾ പിടപ്പോടെ അവനെ തള്ളിമാറ്റി തിരിഞ്ഞു നിന്നു. അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ പിൻകഴുത്തിൽ മുഖമമർത്തി നിന്നു. ഇവിടെ വീട്ടിൽ ആരെങ്കിലും കാണും, പാൽക്കണിയാ. എങ്കിൽ വാ, നമുക്ക് അകത്തേക്ക് പോവാം. തോളിൽ മെല്ലെ കടിച്ചവൻ ചോദിച്ചു. അയ്യടാ, എനിക്ക് വയ്യ. അതെന്താടി വയ്യാത്തെ? വന്നേ ഇങ്ങോട്ട്, ഇവിടെ നിന്നല്ലേ പ്രശ്നം? അവൻ പൊടുന്നതിനെ അവളെ പൊക്കിയെടുത്തു. ദേവേട്ടാ. അവൾ പേടിയോടെ അവൻ്റെ തോളിൽ പിടിമുറുക്കി. അവൻ അവളെ കണ്ണിറുക്കി കാണിച്ച് റൂമിലേക്ക് പോയി മെല്ലെ ബെഡിലേക്ക് ഇട്ടു. കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ പോയി അവളുടെ കാലിൽ പിടിച്ച് വലിച്ചവൻ ബെഡിലേക്ക് ഇട്ടു. അവൾ പിടഞ്ഞ മിടികളോടെ അവനെ നോക്കി. അവൻ മെല്ലെ അവളിലേക്ക് അമർന്നു. ദേവേട്ടാ. കുഞ്ഞ. അവളുടെ കൈകൾ അവൻ മുകളിലേക്ക് ഉയർത്തി. ദാഹിക്കുന്നു. അവളുടെ ചുണ്ടിൽ നോക്കി അവൻ പറഞ്ഞതും അവൾ ഉമിനീരിറക്കിപ്പോയി. തൊണ്ടക്കുഴി വഴി അത് പാസ് ചെയ്തു പോകുന്നുണ്ടതും അവൻ്റെ കണ്ണുകൾ അവിടെ പതിഞ്ഞു. അവൻ മെല്ലെ മുഖം താഴ്ത്തി. അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു. അവൻ്റെ ശ്വാസം തൻ്റെ ചുണ്ടുകളിൽ തട്ടുന്നറിഞ്ഞതും അവൾ കണ്ണുകൾ മുറുകെ അടച്ച് മെല്ലെ മുഖമുയർത്തി അവളെ നോക്കി. കണ്ണുകൾ മുറുകെ അടച്ചിരിക്കുന്ന അവളെ നോക്കി അവൻ അവളുടെ ചുണ്ടിൽ മെല്ലിയൊന്ന് ചുണ്ടുകളാൽ തൊട്ടു. അവൻ്റെ ചുണ്ടുകളുടെ സ്പർശനമേറ്റതും അവളുടെ ചുണ്ടുകൾ ചെറുതായി വിടർന്നു. അവൻ ആ കീഴ്ച്ചുണ്ട് കടിച്ചെടുത്തു നുണഞ്ഞുകൊണ്ടിരുന്നു. അവൻ്റെ കൈകൾ അവളുടെ കൈകളിൽ നിന്ന് തഴുകിയിറങ്ങി തോളിലായി പിടുത്തമിട്ടു. അവിടുന്ന് താഴേക്ക് അവൻ്റെ കൈകൾ അരിഞ്ഞിറങ്ങി വയറിലായി പിടിമുറുക്കി. പെട്ടെന്ന് അവനെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് അവൾ അവൻ്റെ മേൽച്ചുണ്ട് കവർന്നു. അവൻ്റെ കണ്ണുകൾ തിളങ്ങി. തേടിയതെന്തോ കിട്ടിയതുപോലെ ആവേശത്തോടെ അവൻ അവളിലും അവൾ അവനിലും ചുംബിച്ചുകൊണ്ടിരുന്നു. അവളുടെ കൈകൾ അവനെ ചേർത്ത് പിടിച്ചു. അവൻ്റെ കൈകൾ മെല്ലെ ടോപ്പിനുള്ളിലൂടെ കയറി ഇടുപ്പിലായി പിടിമുറുക്കി. ചുംബനം അതിൻ്റെ തീവ്രത കൈവരിച്ചതും അവളുടെ അതിരത്തിനുള്ളിലൂടെ അവൻ നാവിനെ കടത്തി അവളുടെ നാവിനെ ചുഴറ്റി വലിച്ചു. അവളുടെ ഉമിനീരിനെ അവൻ രുചിച്ചിറക്കി. അവൻ്റെ കൈകൾ അവളുടെ വയറിൽ പരതി നടന്നുകൊണ്ടിരുന്നു. തേടിയ പോയിന്റിൽ അതെത്തിയതും അവൻ അവിടുന്ന് ചൂണ്ടുവിരൽ ആഴ്ത്തി. അവളൊന്ന് കുറുകി. അവിടുന്ന് കൈകൾ മാറ്റാതെ തന്നെ അവൻ അവളുടെ നാവിനെ വലിച്ചെടുത്തുകൊണ്ടിരുന്നു. ഏറെ നേരം നീണ്ടു നിന്ന ചുംബനം അവൾക്ക് ശ്വാസം തടസ്സമായതും അവൻ മുഖം അവളുടെ മാറിലേക്ക് അമർത്തി വെച്ച്. അപ്പോഴും അവൻ്റെ ഒരു കൈ അവളുടെ വയറിൽ തന്നെ ഇരുന്നു. ശ്വാസം എടുക്കുന്നതനുസരിച്ച് അവളുടെ മാറിടങ്ങൾ ഉയർന്നു താഴുന്നത് കണ്ടതും അവൻ കുറുമ്പോടെ വലത് മാറിൽ പല്ലുകൾ താഴ്ത്തി. അവൾ അവൻ്റെ മുടിയിൽ കോർത്തു വലിച്ചു. ഇടതുമാറിലും അവൻ്റെ പല്ലുകൾ ആഴ്ന്നു. കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. അവൻ്റെ തലയെടുത്ത് മാറ്റി അവൾ തിരിഞ്ഞു കിടന്നു. പിന്നെ നിന്നോടല്ലാതെ എനിക്ക് ആരോട് കുറുമ്പ് കാണിക്കാൻ പറ്റൂടി? അവളെ വരിഞ്ഞു മുറുക്കി കെട്ടിപ്പിടിച്ച് ഒരു കാലെടുത്ത് അവളുടെ മുകളിലേക്ക് വെച്ചവൻ ചോദിച്ചു. മാറിക്ക് ദേവേട്ട. അവൻ്റെ കൈകളെടുത്ത് മാറ്റാൻ ശ്രമിച്ചതും അത് വിഫലമായി പോയി. അടങ്ങിക്കിടക്കാൻ നോക്ക് ദേവ. ഞാൻ താഴേക്ക് പോട്ടെ ദേവേട്ട, വീട്. താഴെ നീ എന്ത് ചെയ്യാനാ? അത് അടുക്കളയിൽ. അവിടെ അടുക്കള പണി ചെയ്യാൻ വേറെ ആൾക്കാരുണ്ട്. നീ മിണ്ടാടുന്നു, കുറച്ചു നേരം ഉറങ്ങാം. എനിക്ക് ഉറക്കം വരുന്നില്ല.
ഇല്ലെങ്കിലും മോളിൽ നിന്ന് എൻ്റെ കൂടെ ഇവിടെ തന്നെ കിടക്കും. അവളെ തിരിച്ചിടത്തി മുറുക്കി പിടിച്ച് അവളുടെ മാറിലേക്ക് മുഖം അമർത്തി കണ്ണുകളടച്ച്. അവൾ അവൻ്റെ പെട്ടെന്നുള്ള നീക്കത്തിലൊന്ന് കുതറിയതും അവൻ്റെ പല്ലുകൾ അവളുടെ മാറിലേക്ക് ആഴ്ന്നു. പെട്ടയാതെ പെണ്ണ്, എനിക്ക് ഉറങ്ങണം. മുഖം അവിടെ ഉരസി അവൻ കണ്ണുകളടച്ചു. അവൻ്റെ കൂടെ കിടന്നു അവളും മയക്കത്തിലേക്ക് വീണു. ഫോൺ കോളിൻ്റെ ശബ്ദമാണ് അവരുടെ ഉറക്കത്തിന് ഭംഗം വരുത്തിയത്. ആദ്യ കണ്ണുകൾ തുറക്കാതെ ടേബിളിരുന്ന ഫോണെടുത്ത് അവളിൽ നിന്ന് എഴുന്നേറ്റ് മാറി ഫോണിലേക്ക് നോക്കി. വിഷ്ണു കോളിംഗ് എന്നുണ്ടതും അവൻ കോള് സൈലന്റിലിട്ട് ഫോൺ ടേബിൾ തന്നെ വെച്ചു. ബെഡിലേക്ക് നോക്കിയതും കാണുന്നു കണ്ണുകൾ തുറന്ന് തന്നെ നോക്കി കിടക്കുന്നവളെയാണ്. എഴുന്നേറ്റോ? ഉറക്കം വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ കിടന്നുറങ്ങിയില്ലേ? പിന്നെ എന്നെ പിടിച്ച് കൂടെ കിടത്തി എനിക്ക് ഉറക്കം വരില്ലേ? അവൾ ചുണ്ടുകൂട്ടി പറഞ്ഞു. എനിക്ക് ഉറക്കം മതിയായില്ല, ഒന്നുകൂടി കിടക്കാം നമുക്ക്. കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ പോയുള്ള ബെഡിലേക്കിട്ട് അവൻ പറഞ്ഞു. ഇനി ഞാനില്ല, കുറേ നേരം റൂമിൽ. അമ്മയും മുത്തശ്ശിക്ക് എന്ത് വിചാരിക്കും? അവൾ വല്ലായ്മയോടെ പറഞ്ഞു. അവർ ഈ പ്രായമൊക്കെ കഴിഞ്ഞാൽ വന്ന് ഒന്നും വിചാരിക്കില്ല. നീ ഇവിടെ കിടന്നേ. ഇല്ല മോനെ, ഞാൻ പോട്ടെ. കിടക്കണമെങ്കിലേ ഒറ്റ അങ്ങ് കിടന്നു. അവനെ തള്ളി മാറ്റി അവൾ ഇറങ്ങി ഓടി. എന്താ മോനെ, ആദ്യം കോൾ എടുത്തില്ലേ? കയ്യിലിരിക്കുന്ന ഫോണിൽ തന്നെ നോക്കിയിരിക്കുന്ന വിവേകിനോട് ദിനകരൻ ചോദിച്ചു. ഇല്ല അച്ഛാ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? AV ഗ്രൂപ്പിന്റെ ബലത്തിലാണ് നമ്മുടെ കമ്പനിക്ക് ഓരോ പ്രൊജക്റ്റും കിട്ടിയിരുന്നു. AV ഗ്രൂപ്പ്സ് ഷെയർ പിൻവലിക്കാൻ പോകുന്നറിഞ്ഞ് ഇപ്പൊ തന്നെ സൈൻ ചെയ്ത എല്ലാ മേജർ കോൺട്രാക്ട്സും ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞ് മെയിൽ വന്നിട്ടുണ്ട്. സമാധാനം ആയല്ലോ മൂന്നാൾക്കും, ഉടനെ ഇറങ്ങേണ്ടി വരും ഇവിടുന്ന്. ദിനകരൻ അവിടെ നിൽക്കുന്നവരോടായിട്ട് അലറി. അതിന് ഞങ്ങൾ എന്ത് ചെയ്തു? ജലജ ചോദിച്ചു. അവരുടെ കവിളടിച്ചൊരടി ദിനകരന്റെ ഭാഗം കിട്ടി. ശബ്ദിക്കരുത്, എല്ലാം കൂടി പ്രാന്ത് പിടിച്ചിരിക്കുക. ഒന്നും ചെയ്തില്ലല്ലേ? ആ കോച്ചിനെ എല്ലാരും കൂടി ചേർന്ന് വാക്കുകൾ കൊണ്ട് കൊന്നില്ലേ? അത് സത്യല്ലേ പറഞ്ഞു. ആദിയുടെ സ്വത്ത് കണ്ടിട്ട് തന്നെയാണ് അവൾ ആദ്യം കെട്ടാൻ സമ്മതിച്ച്. വിദ്യ പുച്ഛത്തോടെ പറഞ്ഞു. നീയോ കുറെ നാൾ അവന്റെ പുറകെ നടന്നല്ലോ. AV ഗ്രൂപ്പ്സ് അവന്റെ അല്ലായിരുന്നെങ്കിൽ നീ അവന്റെ പുറകിൽ നടക്കായിരുന്നോ? അവളുടെ ഒരു വീരവാദം. കയറി പോയിക്കോണകത്തേക്ക്. അയാൾ ആക്രോശിച്ച് തള്ളയും മക്കൾ റൂമിലേക്ക് ഓടി. അപ്പോഴാണ് വിവേകിനൊരു കോൾ വന്നത്. ഫോൺ എടുത്ത് നിമിഷങ്ങൾ കഴിഞ്ഞു അവൻ തലതാങ്ങി സെറ്റിലിരുന്നു. എന്താടാ, ആരെ വിളിച്ച്? ദിനകരൻ ആകുലതയോടെ ചോദിച്ചു. കമ്പനി മാനേജറെ വിളിച്ച്. പ്രൊജക്ട് ഡെപ്പോസിറ്റായി വാങ്ങിയ തുകയൊക്കെ ചോദിച്ച് ഓരോരുത്തരും വിളിച്ചു തുടങ്ങിയെന്ന്. അതൊക്കെ ഇനി എങ്ങനെ കൊടുക്കാനാ? എല്ലാം കൂടെ എനിക്ക് ഭ്രാന്ത് പിടിക്കുക. തലയിൽ കൈ താങ്ങി വിവേക് അവിടെ ഇരുന്നു. കയ്യിൽ നിന്നെല്ലാം ഊർന്നു പോകുന്നവർ മനസ്സിലാക്കി. ജലജ, വിദ്യ! ദിനകരൻ ദേഷ്യത്തോടെ ഹാളിൽ നിന്ന് അലറി വിളിച്ചു. അപ്പോഴേക്കും മൂവരവിടേക്ക് വന്നു. പെട്ടെന്ന് റെഡിയാവും. എവിടെ പോവാനാ? ദേവനന്ദയെ കാണാൻ. ഇനി അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. നിങ്ങൾ അവിടെ കാല് പിടിച്ചിട്ടാൽ ഈ പ്രശ്നം തീർത്തു തരണം. എനിക്കങ്ങ് വയ്യ അവിടെ കാല് പിടിക്കാൻ, വിദ്യ പറഞ്ഞു. വിവേകിന്റെ കൈകൾ അവരുടെ കരങ്ങൾക്ക് പതിഞ്ഞു. കിട്ടിയാടിയിൽ പകച്ചുപോയ വിദ്യ നിറമിഴിയോടെ അവനെ നോക്കി. പറ്റില്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിക്കോ. മര്യാദക്കെങ്കിൽ മര്യാദക്ക്. കയ്യെന്നെല്ലാം പോകുമ്പോഴും അവിടെ അഹങ്കാരം കണ്ടില്ലേ? എല്ലാത്തിനും കാരണം അമ്മയാ അവിടെ ഓരോന്ന് പറഞ്ഞ് പിരിയേറ്റി കൊടുക്കുന്നത്. വിവേക് ദേഷ്യത്തോടെ ഓരോന്ന് പറഞ്ഞു. 15 മിനിറ്റ് ഞാൻ തരും. അതിനുള്ളിൽ റെഡിയായിട്ട് വരാൻ പറ്റില്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിക്കോളണം, ആരായാലും. ദിനകരൻ താക്കിയതോടെ പണ്ട് റൂമിലേക്ക് പോയി. എനിക്കങ്ങ് വയ്യ ആ ദരിദ്രവാസിയുടെ കാലുപിടിക്കാൻ. കയ്യിൽ നിന്ന് ഫോണിൽ പിടിമുറുക്കി തൻ്റെ അമർഷടക്കി വിദ്യ പറഞ്ഞു. കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണം നീ കേട്ടില്ലേ മോള്? അങ്ങനെ കരുതിയാൽ മതി. ഇവിടെ ഇപ്പം നമ്മുടെ ആവശ്യം. അവൾ പറഞ്ഞ ആദ്യം കേൾക്കും. എല്ലാം നടത്തി കഴിഞ്ഞിട്ട് അവളിട്ട് പൊരിക്കാൻ നമുക്ക്. ജലജ പറഞ്ഞു. വിദ്യയിലും ജയിലും ചെറുപുഞ്ചിരി വിരിഞ്ഞു. കൈലാസം വീടിന് ഫ്രണ്ടിൽ കാർ നിർത്തിയതും ദിനകരൻ പിറകിൽ സീറ്റിലിരിക്കുന്ന 3 പേരെയും നോക്കി. പറഞ്ഞെല്ലാം മനസ്സിലുണ്ടല്ലോ. ദേവനന്ദയുടെ കാല് പിടിച്ചിട്ടാലും പ്രശ്നമെല്ലാം ഒത്തുറപ്പാക്കണം. അത് എപ്പോഴെപ്പോഴും പറയണമെന്നില്ല, ഞങ്ങൾ ചെയ്തോളാം. ജലജ ഡോറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പുറകിലായി ബാക്കിയുള്ളവരും. കോളിംഗ് ബെല്ലടിച്ചു. വൈഷ്ണവി വന്ന് വാതിൽ തുറന്നു. പുറത്ത് നിൽക്കുന്നവരെ കണ്ട് വൈഷ്ണവി ആദ്യം ഒന്ന് പകച്ചെങ്കിലും ഒരു പുഞ്ചിരി അവർ കൈമാറി. എല്ലാവരും ഉണ്ടല്ലോ, എന്താ വിശേഷിച്ച്? അകത്തേക്ക് ക്ഷണിക്കുന്നതിനിടയിൽ വൈഷ്ണവി ചോദിച്ചു. അതെന്താ വൈഷ്ണവി നീ അങ്ങനെ ചോദിച്ച്? വിശേഷം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇവിടേക്ക് വരാൻ പാടുള്ളൂ എന്നുണ്ടോ? അകത്തേക്കായി സെറ്റിൽ നിന്ന് ജലജ ചോദിച്ചു. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞാലേ ചേച്ചി. ജലജയുടെ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങൾ മുത്തശ്ശിക്ക് മാത്രമേ അറിവുള്ളൂ. എല്ലാവരും അവിടെ ഇവിടെയും കാണാനില്ലല്ലോ? ദിനകരൻ ചോദിച്ചു. മുത്തശ്ശി ഉച്ചമയക്കത്തില്ല. പൂജ അവളുടെ വീട്ടിലേക്ക് പോയി. ആദ്യം നന്ദമോള് റൂമിലുണ്ട്. നിങ്ങളിരിക്കും, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അതൊക്കെ പിന്നെ മതി. നീ ഒന്ന് ആദ്യം നന്ദയൊന്ന് വിളിക്കുക. ദിനകരൻ ചോദിച്ചു. ഞാൻ പോയി വിളിക്കാൻ ആൻറ്റി. മുകളിലേക്ക് പോകാൻ നിന്ന വൈഷ്ണവിയെ തടഞ്ഞുകൊണ്ട് വിദ്യ മുകളിലേക്ക് പോയി. വൈഷ്ണവി നേരെ കിച്ചണിലേക്ക് പോയി. കൂടെ തന്നെ ജലജയും ജിയയും പോയി. ആദിയുടെ പിണക്കൊക്കെ മാറിയോ? ഓറഞ്ച് കുളിക്കുന്ന വൈഷ്ണവിയെ നോക്കി ജലജ ചോദിച്ചു. ഒരു വേള അവരുടെ കൈകൾ നിശ്ചലമായി. ഇല്ല. ആ പെണ്ണ് വന്ന് കയറി പിന്നെ അവൻ ആരെയും വേണ്ടാന്നുണ്ടോ? പണ്ട് നിന്റെ പുറകിൽ നിന്ന് മാറാത്ത ചെക്കനെയാ അവൾ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കൊണ്ട് മാറ്റിയെടുത്ത്. കഷ്ടം തന്നെ. എൻ്റെ ഈ ശിക്ഷ ഞാൻ ചോദിച്ചു വാങ്ങിയതാ.
അതിന് നന്ദമോളെ പഴിചാരേണ്ട കാര്യമില്ല. വൈഷ്ണവി തറപ്പിച്ച് പറഞ്ഞു. പണി ഏറ്റില്ലെന്ന് മറ്റു ജലജ ചെയ്യാൻ നോക്കി. ആൻറ്റി, ആദ്യം നന്ദ ഇപ്പോഴും ഇങ്ങനെയാണോ? എങ്ങനെ? ജിയുടെ ചോദ്യം മനസ്സിലാകാതെ അവർ തിരിച്ചു ചോദിച്ചു. അല്ല, എപ്പോഴും റൂമിലാണല്ലോ. അങ്ങനെയൊന്നുമില്ല. ആ പെണ്ണ് അടുക്കളയിലൊന്നും കയറില്ല അല്ലേ? അതൊക്കെ എൻ്റെ മരുമോൾ. രാവിലെ ഉണരും. അടുക്കളയിലേക്ക് എന്ത് സഹായമാണെന്നോ? മരുമകളായ എങ്ങനെ വേണം? ജലജ തള്ളിമറിക്കുന്ന കേട്ടത് ജിയുടെ കണ്ണുകൾ തുറിച്ചു വന്നു. ഇതൊക്കെ എപ്പോയെന്ന മട്ടി. നന്ദ ആവശ്യത്തിന് സഹായമൊക്കെ ചെയ്തു തരാറുണ്ട്. അവൾ ചെറിയ കുട്ടിയല്ലേ. കൂടുതൽ അവൾ കൊണ്ടൊന്ന് ചെയ്യിക്കുന്ന ആദ്യക്ക് ഇവിടെയുള്ളവർക്ക് ഇഷ്ടമല്ലേ. അതിനു വേണ്ടിയുള്ള പണിയൊന്നും ഇവിടെ ഇല്ലതാനും. ഇതൊക്കെ എനിക്ക് രമണികം ചെയ്യാവുന്നേ ഉള്ളൂ. ആദിയുടെ മുറിയുടെ വാതിലെത്തിയതും വിദ്യയിട്ടിരുന്ന ഷർട്ടിന്റെ ആദ്യത്തെ 2 ബട്ടൺ സൂര്യ മാറ്റി. നന്ദ അകത്ത് കാണും. അതോർത്തവൾ ചാരിക്കിടന്ന വാതിൽ തുറന്ന് അകത്തേക്ക് നോക്കി. അവിടെ ബെഡിൽ കമിഴ്ന്ന് കിടന്ന് ഉറങ്ങുവാണ് ആദി. ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടത് നന്ദ അവിടെയാണെന്ന് വിദ്യ മനസ്സിലാക്കി. വിദ്യ എന്തോ തീരുമാനിച്ചുറപ്പിച്ച് മെല്ലെ ബെഡിലേക്ക് ചൂടുകൾ വെച്ച് ബെഡിലേക്കിരുന്ന് അവളവനെ നോക്കിയിരുന്നു. കുനിഞ്ഞവന്റെ മുഖത്ത് ചുണ്ടുകൾ പതിപ്പിക്കാൻ പോയതും ഒരു കൈ വിദ്യയുടെ കയ്യിൽ പിടിമുറുക്കി. ഞെട്ടിത്തരിച്ചു പോയ വിദ്യയുടെ മുഖത്ത് നന്ദയുടെ വലതുകര ഊക്കോടെ പതിഞ്ഞു. അപ്പോഴേക്കും ശബ്ദം കേട്ടു. ആദ്യം ഞെട്ടി ഉണർന്നു. ഡീ! ദേഷ്യം കൊണ്ട് വിറച്ച വിദ്യ അവൾക്ക് നേരെ കൈ ചൂണ്ടിരും. അതേ ദേഷ്യത്തോടെ നന്ദ അവളെ നോക്കി. ആദ്യം നന്ദയുടെ ദേഷ്യം നിറഞ്ഞ മുഖവും വിദ്യയും കണ്ടതും കാര്യറിയാതെ പരസ്പരം നോക്കി ബെഡിൽ നിന്ന് എഴുന്നേറ്റു. നിനക്ക് എങ്ങനെ ധൈര്യം വന്നിരി എന്നെ അടിക്കാൻ? ദേഷ്യത്തോടെ വിദ്യ നന്ദയുടെ നേരെ ചീറി. എന്റെ ഭർത്താവിന് ഉമ്മോക്കാൻ പോയ പിന്നെ ഞാൻ കെട്ടിപ്പിടിക്കണം? നന്ദയുടെ വെളിപ്പെടുത്തൽ ആദ്യം ഞെട്ടി അവളെ നോക്കി. എന്താ ദേവ, ഇവളെന്താ നമ്മുടെ റൂമില്? അത് ഇവളോട് ചോദിക്കും. ഞാൻ കുളിച്ചിട്ട് ഇറങ്ങിയപ്പോൾ ഇവള് ബെഡിലിരിപ്പുണ്ടായിരുന്നു. നന്ദ ദേഷ്യത്തോടെ പറഞ്ഞു. ആദ്യ ദേഷ്യത്തോടെ തിരിഞ്ഞ് വിദ്യയെ നോക്കി. ആരോട് ചോദിച്ചിട്ടാ നീ ഇവിടെ കയറി വന്ന്? അത് ആദ്യേട്ടൻ ഞാൻ. ആദിയുടെ കൈകൾ കൂടി വിദ്യയുടെ കരണത്ത് പറഞ്ഞു. ആദി കൈ ചൂണ്ടി അലറിയത് വിദ്യ ജീവനും കൊണ്ട് ഓടി. അവൾ പോയ വഴിയെ നോക്കി എന്തൊക്കെയോ ദേഷ്യത്തിൽ പിറുവിരുത്തോണ്ടിരിക്കുകയായിരുന്നു നന്ദ. അവളുടെ മുഖഭാവം കണ്ടതും അവന് ചിരി വന്നുപോയി. എന്താ ദേവ ഇങ്ങനെ കിടന്ന് പിറുവിറിക്കുന്നു? ഉറക്കെ പറഞ്ഞാൽ എനിക്കും കൂടി കേൾക്കാലോ. അവളെ തന്നെ നെഞ്ചിലേക്കിട്ട് അവൻ പറഞ്ഞു. അവളവനെ തള്ളി മാറ്റി. മാറങ്ങോട്ട്, എന്നെ തൊടണ്ട. അതിന് ഞാനെന്ത് ചെയ്തു? അവൾ കയറി വന്നപ്പോൾ പോത്തുപോലെ കിടന്നുറങ്ങല്ലായിരുന്നു. ഞാൻ അവൾ വരുന്ന ശബ്ദമൊന്നും കേട്ടില്ല ദേവ. നിനക്ക് റൂമിൽ ഡോർ അടിച്ചിട്ട് കുളിക്കാൻ പോക്കൂടെ? ഞാൻ അറിഞ്ഞു അവൾ കയറിയിരുന്നു. എനിക്കും അറിയില്ലായിരുന്നല്ലോ. അതൊക്കെ പോട്ടെ, ആരും അവൾക്കിട്ട് പടക്കം പൊട്ടിക്കുന്ന ശബ്ദം കേട്ടല്ലോ. എൻ്റെ ദേവ തന്നെയായിരുന്നു അത്. പൊട്ടിച്ചു. എൻ്റെ കെട്ടിയെന്നെ വേറെ ആരും ഉമ്മ കൊടുക്കണ്ട. പിന്നെ എനിക്ക് ആരും ഉമ്മ തരും? അതിന് ഞാനുണ്ടല്ലോ. നന്ദ വീറോടെ പറഞ്ഞു. മുന്നിൽ വശ്യമായ ചിരിയോടെ നിൽക്കുന്ന ആദ്യം കണ്ട് പതറിപ്പോയി. ആരുണ്ട്? അത് അവളുടെ കണ്ണുകൾ നാലുപാടും പാഞ്ഞു. പറദേവ, പറയാതെ മോളിൽ നിന്ന് ഇവിടുന്ന് അനങ്ങില്ല. ഞാൻ തരും, അവൾ തലകുനിച്ച് പറഞ്ഞു. നീ പക്ഷേ എനിക്ക് തരാറില്ലല്ലോ. ആദ്യ വിഷമത്തോടെ പറഞ്ഞു. അത് കേട്ടത് നന്ദ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. എന്താടി ഉണ്ടക്കണ്ണി, നീ തന്നില്ല എനിക്ക് തരാൻ വേറെ ആൾക്കാരുണ്ടെന്ന് മനസ്സിലായല്ലോ. ഞാൻ വിദ്യയെ വിളിക്കട്ടെ, കൊല്ലു ഞാൻ. അവൾ അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് പറഞ്ഞു. എങ്കിലെൻ്റെ പൊന്നുമോള് താ. അവൻ അവളുടെ നേരെ കവിൾ കാട്ടി പറഞ്ഞു. താടി, നീ ചോദിക്കാൻ ഞാൻ കുറെ തരാറുണ്ടല്ലോ. ഇപ്പം എൻ്റെ പൊന്നുമോള് താ. ആദി പറഞ്ഞു. നന്ദ അവനെ നോക്കി കവിൾ കാട്ടി നിൽക്കുവാണ്. അവൻ്റെ കെഞ്ചിൽ കണ്ടത് നന്ദ കാലുകൾ ഉയർത്തി അവൻ്റെ കവിളിലേക്ക് ചുണ്ടുകൾ പതിപ്പിച്ചു. അവളുടെ ചുണ്ടുകളുടെ തണുത്ത സ്പർശനമേറ്റതും അവൻ കണ്ണുകൾ അടച്ചു. മെല്ലെ അവളുടെ ചുണ്ടുകൾ പിന്മാറുന്നറിഞ്ഞതും അവൻ അവൾ അരയിലൂടെ ചേർത്ത് പിടിച്ചു. പിടഞ്ഞ മിഴികളോടെ നന്ദ അവനെ നോക്കി. ഇവിടെയും മറുകവിൾ ചൂണ്ടി ആദി പറഞ്ഞു. നന്ദ അവിടെയും ചുണ്ടുകൾ പതിപ്പിച്ചു. ഇവിടെ താടി കാണിച്ച് അവൻ പറഞ്ഞു. അവൾ അവനൊന്ന് കൂർപ്പിച്ച് നോക്കി അവിടെയും ചുംബിച്ചു. ഇവിടെ ചുണ്ടിൽ നാവ് കൊണ്ടൊഴിഞ്ഞ് അവൻ പറഞ്ഞു. നന്ദയുടെ തൊണ്ട വറ്റി വരണ്ടു. താ ദേവ. അവൾ അനങ്ങുന്നില്ലെന്ന് കണ്ടതും അവൻ കുറുമ്പോടെ പറഞ്ഞു. അവളില്ലെന്ന് തലയാട്ടി. നീ തന്നില്ലെങ്കിൽ ഞാൻ ഈ ചെഞ്ചുണ്ടിങ് എടുക്കും. പിന്നെ എന്ത് സംഭവിക്കുന്നു മോൾക്ക് അറിയാലോ അല്ലേ? അവൻ അവൾ അരയിലെ പിടുത്തം മുറുക്കി. അവൾ അവനെ നെഞ്ചിലായി തട്ടി നിന്നു. താ. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചുണ്ടിലേക്ക് ചുണ്ടുകൾ അടുപ്പിച്ചു. അവൻ്റെ അരയിലുള്ള മുറുക്കം കൂടി വന്നു. അവൾ കാലുകൾ ഉയർത്തി മുഖം കുനിച്ചു. അവളുടെ ശ്വാസം അവൻ്റെ ചുണ്ടുകൾ തട്ടി തെറിച്ചുപോയി. അവളുടെ ചുണ്ടുകളെ സ്വീകരിക്കാനായി അവൻ ചുണ്ടുകൾ ചെറുതായി വിടർത്തിയതും അവളുടെ പല്ലുകൾ നല്ല വേദനയിൽ അവൻ്റെ കീഴ്ചുണ്ടിൽ ആഴ്ന്നു. അവൻ വേദനയാൽ പിടിവിട്ടതും അവൾ ചിരിച്ചുകൊണ്ട് ഓടിപ്പോയി. നിൽക്കടിയോടെ. ഇല്ലെന്നോ. അവൾ റൂമിലെങ്ങ് ഓടിക്കളിച്ചു. കട്ടിലിന് ചുറ്റും ഓടിക്കൊണ്ടിരിക്കുന്നവളെ നോക്കി അവൻ ബെഡിലേക്ക് കയറി അവളെ വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടു. അവൻ അവളെ കൊണ്ട് മറിഞ്ഞു. അവൾ അവൻ്റെ താഴെയായി. ചിരിക്കണ്ടേ നിനക്കിപ്പോ? പകപ്പോടെ നോക്കുന്ന അവളെ നോക്കി അവൻ ചോദിച്ചു. സോറി ദേവേട്ട.
അവൾ വിളിച്ചുകൊണ്ട് പറഞ്ഞു. സോറി ഒന്നും പോരാ മോളെ, പ്ലീസ് പ്ലീസ് വിട്, ഇനി ഞാനങ്ങനെ ചെയ്യില്ല. വിടില്ലല്ലോ. അവൻ അവളിലേക്ക് അമർന്നു. അവളുടെ മാറിടം അവൻ്റെ നെഞ്ചിൽ അമർന്നു അവളുടെ ഉള്ളം കിടയെടുത്തു. ദേവേട്ടാ. അവൻ കുനിഞ്ഞ അവളിലേക്ക് മുഖം അടുപ്പിച്ചതും ചാരിക്കിടന്ന ഡോറിൽ മുട്ടുകേട്ടു. അവൻ പല്ലിറുമ്പി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവളെ നോക്കിപ്പോയി ഡോറ് തുറന്നു. ജലജയ്ക്ക് നിന്നെ കാണാനായി വന്നിട്ടുണ്ട്. വൈഷ്ണവി ആയിരുന്നത്. വിദ്യയെ വിട്ടിട്ട് അവരെ കാണാത്തതുകൊണ്ട് അന്വേഷിച്ചു വന്നാണ് വൈഷ്ണവി. അവരെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്ന്? അവരുടെ വിരുന്ന് സ്വീകരിച്ചിട്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന്? ആദി പുച്ഛത്തോടെ പറഞ്ഞു. അതെനിക്കറിയില്ല. നന്ദയും കൂട്ടി നീ താഴേക്ക് വാ. സ്റ്റെപ്പ് ഇറങ്ങി വരുമായിരുന്നു. നന്ദയുടെയും ആദിയുടെയും മേലായിരുന്നു ഹാളിൽ ഇരിക്കുന്നവരുടെ എല്ലാം കണ്ണുകൾ. മുത്തശ്ശിയും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആദ്യം നന്ദയെ കൂട്ടി അവിടെ ആയിരുന്നു. എന്താകൾ കാണുമെന്ന് പറഞ്ഞു ആദ്യം മുഖവരി ഏതുമില്ലാതെ ചോദിച്ചു. അതാദി, വി ഗ്രൂപ്പ് സൈഡിലെ കോൺട്രാക്ട്സ് എല്ലാം നീ ക്യാൻസൽ ചെയ്തില്ലേ? എന്ത് പറ്റി മോനെ പെട്ടെന്ന്? ബിസിനസ് കാര്യം ചർച്ച ചെയ്യാനായിരുന്നെങ്കിൽ വീട്ടിൽ വെച്ച് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതിന് ഓഫീസുണ്ട്. നമ്മളൊരേ കുടുംബക്കാരല്ല ആദി. അപ്പം ഇവിടെ വെച്ച് സംസാരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ മോനെ. കുടുംബമാണെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് ചർച്ചകൾ വീട്ടിനകത്ത് പറ്റില്ല. ഇറ്റ്സ് ഓക്കെ ആദി, നീ ഇന്ന് ഫ്രീ ആവും. നാളെ മോർണിംഗ് 10 മണിക്ക് ഓഫീസിലേക്ക് വന്നാൽ മതി. ഞങ്ങൾ വന്ന് നന്ദമോളോട് ക്ഷമ ചോദിക്കാൻ കൂടിയാ, ദിനകരൻ പറഞ്ഞു. ആദ്യം അയാളൊന്ന് സൂക്ഷിച്ചു നോക്കി. ദിനകരൻ ജലജയെ കണ്ണു കാണിച്ചു. അവർ സെറ്റിൽ നിന്ന് എഴുന്നേറ്റ് നന്ദയുടെ മുമ്പിലായി പോയി നിന്നു. മോൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി, എൻ്റെ തെറ്റാണ്. അവർ കള്ളക്കണിയോടെ പറഞ്ഞു. നന്ദയാകെ വല്ലാതായി. വിവേക് വിദ്യയെ കണ്ണു കാണിച്ച് നന്ദയുടെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. അവൾ അതിനെ പൂച്ഛിച്ചു തള്ളി. വിദ്യ പകയോടെ നന്ദയെ നോക്കിയിരുന്നു. സോറി മോള്, നന്ദയുടെ കയ്യിൽ പിടിച്ച് ജലജ പറഞ്ഞു. അവരുടെ നാടകം ആദ്യം പുച്ഛത്തോടെ നോക്കിക്കണ്ടു. നന്ദ ആദ്യം നോക്കി. അതെ ആന്റി, എൻ്റെ പെണ്ണിൻ്റെ കൈവിട്. നന്ദ മോൾ ക്ഷമിക്കാതെ ഞാൻ കൈവിടില്ല. ക്ഷമിക്കില്ലേ മോള്, ഞാൻ മോളുടെ കാല് പിടിക്കുക. അവർ കുഞ്ഞു. നന്ദ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റു. ഏയ്, എന്താ ആന്റി ഇത്? മോൾ ആദ്യോടൊന്ന് സംസാരിക്കണം. മോള് വിചാരിച്ച് ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടും. പ്ലീസ് മോളൊന്ന് ക്ഷമിച്ചെന്ന് പറ. ദേവേട്ട, ഇവരെന്തൊക്കെയാ പറയുന്നത്? ദേവേട്ടനെ എന്താ ചെയ്ത്? അവൾ ആദ്യോടായി ചോദിച്ചു. ദേവാ, നീ മുറിയിലേക്ക് ചെല്ലാനല്ലേ പറഞ്ഞേ? അവൻ ശബ്ദം വരുത്തിയത്. നന്ദ എല്ലാവരെയും നോക്കി മുകളിലേക്ക് പോയി. അതെ, നിങ്ങളുടെ നാടകം പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര ബോറായിരുന്നു. എന്തായാലും വന്ന കാര്യം കഴിഞ്ഞില്ലേ, പോവാൻ നോക്ക്, എനിക്ക് വേറെ പണിയുണ്ട്. ആദി പ്ലീസ്, നീ ഞങ്ങൾ ഈ നിമിഷം കൈകിട്ട എല്ലാ അവതാളത്തിലാണ്, വിവേക് ദയനീയതയോടെ പറഞ്ഞു. എൻ്റെ കമ്പനി വഴി കുറേ പ്രൊജക്റ്റ് ഇത്രയും നാൾ കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇനിയെങ്കിലും സ്വന്തമായിട്ട് അധ്വാനിച്ച് കമ്പനിയുടെ ഗുഡ്വിൽ വളർത്താൻ നോക്ക്. ഞാനെടുത്ത തീരുമാനത്തിലൊരു മാറ്റവും വരില്ല. അത് ഇതുപോലെ ഡ്രാമ കണ്ട് ആദ്യം ഒരിക്കലും ഡിസിഷൻ മാറ്റില്ല. ഇതിന് നീ അനുഭവിക്കും ആദി, വിവേക് ദേഷ്യത്തോടെ പറഞ്ഞു. മറുവശത്ത് ആദിദേവാണെന്ന് നീ ഓർക്കണം വിവേക്, ആദ്യ ഒരു ചിരിയോടെ പറഞ്ഞു. എല്ലാവരും ഇറങ്ങിക്കോ, ഇനി ഈ കുടുംബമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല, ദിനകരൻ പറഞ്ഞു. നോക്കിക്കോ വൈഷ്ണവി, ആ പെണ്ണുകാരൻ ഇവനെല്ലാവരും നകലും. അവള് പാമ്പോലെ ഇരിക്കുന്നതേ ഉള്ളൂ, വിഷപ്പാമ്പാണ് അവൾ, നീ സൂക്ഷിച്ചോ. ജലജ പറഞ്ഞിരുന്നു. വിദ്യയുടെ കവിളടക്കം പൊട്ടി. നിങ്ങൾക്കുള്ള അടിയാണിത്. എൻ്റെ ഭാര്യ എന്താണെന്ന് ഏതാണെന്ന് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. ജലജ ആദ്യം തറപ്പിച്ചവന് പുറത്തേക്ക് ഇറങ്ങി. വിദ്യ പകയോടെ അവനെ നോക്കി. വിദ്യ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ വിദ്യ ആദിയുടെ വിളിയിലും തിരിഞ്ഞു നോക്കി. അവൻ അവളുടെ അടുക്കിലേക്ക് വന്ന് ഊക്കോടെ ഒന്നുകൂടെ പൊട്ടിച്ചു. എല്ലാ അടിയും കൊണ്ട് അവിടെ കവിൾ ചുവന്ന് പാടുകൾ വീണു. വായിൽ നിന്ന് രക്തം കിരിഞ്ഞിറങ്ങിയ വേദന. മേലാൽ ഞങ്ങളുടെ റൂമിൻ്റെ പരിസരത്ത് തന്നെ കണ്ടുപോരുത്. അവളെ പുറത്തേക്ക് തള്ളി. ആദ്യ ദേഷ്യത്തോടെ മുകളിലേക്ക് പോയി. ആദ്യം അടിക്കാൻ ചെന്ന വിവേകിനെ ദിനകരൻ പിടിച്ചു വെച്ച്. സമാധാനപ്പെടും വിഷ്ണു, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ഇപ്പോൾ പ്രതികരിക്കാനുള്ള അവസരമല്ല. വിവേകിനെ സമാധാനിപ്പിച്ച് ദിനകരൻ കാറിലേക്ക് കയറി. വിദ്യയുടെ കണ്ണുകൾ പകയാലിരുന്നു. അവൾ കണ്ണുകൾ മുറുകെ അടച്ചു. നന്ദയുടെ കരം അവളുടെ കവിളിൽ പതിക്കുന്ന ഒരു ചിത്രം പോലെ അവളുടെ ഉള്ളിലൂടെ മിന്നി വാങ്ങി. നീ ഇതിന് അനുഭവിക്കും ദേവനന്ദ, നിന്നെ കൊണ്ട് ഞാൻ അനുഭവിപ്പിക്കും. കവിളിൽ കൈകൊണ്ട് തഴുകി വിദ്യ മനസ്സിൽ പറഞ്ഞു. ആദിക്കും നന്ദക്കുമുള്ള ശത്രുക്കളുടെ എണ്ണം കൂടുകയായിരുന്നു. ശത്രുക്കളെല്ലാം ഒരുമിക്കുകയായിരുന്നു. അവരെ ഒതുക്കാൻ എന്ത് സംഭവിക്കും? കാത്തിരിക്കാം.